ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യുകയാണ്. ഇളയച്ചൻ്റെ വീട്ടിൽ ഒരു പരിപാടിയുണ്ട്. അത് എന്താണെന്നൊക്കെ വഴിയെ പറയാമേ. ചെമ്പും ചരക്കുമൊക്കെ കഴുകി വൃത്തിയാക്കിയാണ് തുടക്കം. ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിന് വേണ്ട ഉള്ളിയും മറ്റ് സാധനങ്ങളുമൊക്കെ ഇവിടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മറ്റൊരു സൈഡിൽ ചിക്കൻ നന്നായി പെരക്കി വെക്കുന്നു. ദേ പാചകം തുടങ്ങി. ബിസ്തയൊക്കെ ഉണ്ടാക്കി മസാലയ്ക്കുള്ള പരിപാടിയിലാണ്. ഒരടുപ്പിൽ ഉള്ളി വഴറ്റുന്നു, അടുത്തതിൽ ചിക്കൻ പൊരിക്കുന്നു. ആഹാ, കണ്ടിട്ട് കൊതി വരുന്നുണ്ടോയെന്നൊരു സംശയം. പാചകം ചെയ്യാൻ എല്ലാവരും ഉണ്ട്. പിന്നെ അച്ഛനും വിജയേട്ടനും അതിൻ്റെ ഇടയിൽ ഒരു റീൽസും എടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പോഞ്ഞിക്കരയുടെ റീൽ. കുക്ക് ചെയ്യുന്ന ആളുകൾ ഇടയ്ക്കിടെ മാറുന്നുണ്ട്. അച്ഛനും വിജയേട്ടനും ബാബുവേട്ടനും ബാലകൃഷ്ണമോനും വിനോദം മാമനും, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ. അപ്പോൾ നോക്കുമ്പോൾ ചിക്കൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്നു. എല്ലാവരെയും നോക്കൂ, സെയിം എക്സ്പ്രഷൻ തന്നെ. വാവ്, ഒരു കഷ്ണം ഈ വീഡിയോഗ്രാഫർക്കും തരണേ എന്ന് ഞാൻ. എനിക്കും കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ നന്നായി വഴണ്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ബിരിയാണിയുടെ ടേസ്റ്റ്. അതിലേക്ക് ആ പൊരിച്ച ചിക്കനും തട്ടി നന്നായി മൂടി വെച്ച് ആ സമയം കൊണ്ട് ഇപ്പുറത്ത് ഉണ്ണിയേട്ടൻ മീൻ പൊരിക്കുന്നുണ്ട്. പപ്പൻസ് എന്നാണത്രേ അതിൻ്റെ പേര്. ഇതുവരെ സീനില്ലാത്ത ആളെത്തിയിട്ടുണ്ട്, ഇളയച്ചൻ. നല്ല തിരക്കിലായിരുന്നു. മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചോറ് കഴിക്കാനായി. അതിനിടയിലാണ് നമ്മുടെ പിള്ളേർ ഷട്ടിൽ കളിക്കുന്നത് കണ്ടത്. ആദിയും മൃദുവും കിച്ചുവും ദേവും ഒക്കെ. ആ നിമിഷം ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തുപോയി. ഇങ്ങനെയുള്ള കളികളൊക്കെ എന്ത് രസമായിരുന്നു. ചോറും കഴിഞ്ഞ് ഇനി ബിരിയാണി റൈസ് ഉണ്ടാക്കണ്ടേ. ഞാൻ എത്തുമ്പോഴേക്ക് സബീഷ് ചേട്ടൻ അതിനുള്ള പരിപാടികളെല്ലാം തുടങ്ങി. റൈസ് വേവിച്ച് റൈസ് മാറ്റി മറ്റൊരു പാത്രത്തിലിട്ട് ദമ്മിടാനുള്ള കാര്യത്തിലായി. അടുത്തത് ഇനി സാലഡും അച്ചാറും കൂടി റെഡിയാക്കി പണി കഴിഞ്ഞു. ആശ്വാസമായി. അപ്പോഴാണ് റീൽസ് എടുക്കണ്ടേ എന്ന് പറഞ്ഞ് പിള്ളേർ വരുന്നത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. കുട്ടികളുടെ സീൻ കണ്ടിട്ട് മനസ്സിലായോ ഏതാണെന്ന്? പരിപാടി രാത്രിയാണ്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയി വരുമ്പോഴേക്ക് ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു. അത് മിസ്സായിപ്പോയി. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഞങ്ങളുടെ നാട്ടിലെ പുരുഷന്മാരുടെ തീറ്റിക്കുറിയാണ്. ഓരോ മാസവും നറുക്കിട്ട് ആളെ സെലക്ട് ചെയ്ത് അവരുടെ വീട്ടിൽ നടത്തും. അന്ന് അടിപൊളി ഫുഡ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ പരിപാടി. നമ്മുടെ റിലേറ്റീവ്സും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടാകും. നല്ല രസമാണ്. പുറത്ത് ഭക്ഷണം വിളമ്പി തുടങ്ങി. മറുവശത്ത് കുറിയുടെ കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പുറത്ത് കുറേ പേർ സൊറ പറയുന്നു. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ. മാമിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരും വീടിനുള്ളിൽ എല്ലാവരും നല്ല കത്തിയിലാണ്. അമ്മായിയും ഏട്ടത്തിമാരും അമ്മയും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ ഒത്തുചേരലാണ് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലെ തിരക്കിനിടയിൽ കിട്ടുന്ന ഏക ആശ്വാസം, അല്ലേ? നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ പരിപാടികൾ ഉണ്ടാകാറുണ്ടോ? എന്തൊക്കെയാണെന്ന് പറയാമോ? വോയിസും വീഡിയോയും തമ്മിൽ ബന്ധമൊന്നും കാണില്ല കേട്ടോ. എന്നാലും അങ്ങനെ അങ്ങ് പോട്ടെ. ഇനി ഞാനിതിൽ ഇല്ലാണ്ടായി പോകണ്ട എന്ന് വെച്ച് ക്യാമറ ഇടയ്ക്കൊന്ന് കൈമാറിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സിനിമ സ്റ്റൈൽ എൻട്രി കണ്ടു. എൻ്റെ ഏട്ടത്തിയും ഏട്ടനും എത്തി. ഓ സോറി, പ്രായം കുറവാണേലും ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് ചുമ്മാ പറഞ്ഞതാ കേട്ടോ. പേരേ വിളിക്കാറുള്ളൂ. പിന്നെ ഞങ്ങളുടെ ചക്കര മുത്തിനെയും കണ്ടോ? ഏട്ടൻ്റെ മോനാണ് നദൂസ്. അവനെ കണ്ടാൽ പിന്നെ കളിപ്പിക്കാൻ ആൾക്കാർ ഓടിയെത്തും. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. പക്ഷേ എല്ലാവരും ഒന്നുമില്ല, പല പല തിരക്കിലാണ്. അത് കഴിഞ്ഞ് ദേ ഏട്ടത്തിമാരൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു. പുറത്ത് നമ്മുടെ പിള്ളേർ കൂട്ടമായിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഇനി എൻ്റെ നദൂസിൻ്റെ ഡാൻസാണ്. ഒപ്പം മോനൂട്ടനുമുണ്ട്. 2 പേരും നല്ല ജോറായ കളിയിലാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. എല്ലാവരും പോയി തുടങ്ങി. നദൂസ് ആണെങ്കിൽ ഉമ്മയൊക്കെ തന്ന് പോവുകയാണ്. അപ്പം നമുക്ക് ഈ വ്ളോഗ് നിർത്താനുള്ള സമയമായിപ്പോയി ഏകദേശം. എന്നാൽ പിന്നെ ഞാനും പോട്ടെ. ടാറ്റാ, ബൈ.